നമുക്കൊരുപാട് ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്? ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കർ, ഫ്രിഡ്ജ്, പവർ സ്റ്റിയറിംഗ്. ഈ 3 ഉപകരണങ്ങളും ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം എളുപ്പമാണ്. സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ തീ ഉപയോഗിച്ചാണ് പാത്രം ചൂടാക്കുന്നത്. എന്നാൽ ഇൻഡക്ഷൻ കുക്കറിൽ തീയില്ല, ഹീറ്റിംഗ് എലമെന്റുമില്ല. അപ്പോൾ ചൂട് എങ്ങനെ ഉണ്ടാകുന്നു? ഇവിടെ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ശാസ്ത്രതത്വമാണ്. കുക്കറിന്റെ ഉള്ളിൽ ഒരു കോപ്പർ കോയിലുണ്ട്. അതിലൂടെ ആൾട്ടർനേറ്റിംഗ് കറന്റ് AC ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇൻഡക്ഷൻ കമ്പാറ്റബിളായ ഒരു ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അതിനു മുകളിൽ വെച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് പാത്രത്തിന്റെ അടിയിലുള്ള ലോഹത്തിലെ ഇലക്ട്രോണുകളെ ചലിപ്പിക്കാൻ തുടങ്ങും. ഈ ചലനം കൊണ്ടാണ് എഡി സർക്യൂറൻസ് ഉണ്ടാകുന്നത്. ഈ എഡി സർക്യൂറൻസ് പാത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നേരിടുന്നു. ആ റെസിസ്റ്റൻസ് തന്നെയാണ് ചൂടായി മാറുന്നത്. അതായത് ചൂട് പാത്രത്തിൽ തന്നെ ഉണ്ടാകുന്നു. പുറം ഭാഗം നേരിട്ട് ചൂടാകുന്നില്ല. ഇത് വളരെ എനർജി എഫിഷ്യൻ്റാണ്. കാരണം ഇടയിൽ ചൂട് നഷ്ടമാകുന്നില്ല. അതുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കർ വേഗത്തിൽ പാചകം ചെയ്യുന്നത് കുറവ്, വൈദ്യുതി ഉപയോഗിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാകുന്നത്. ഇതെല്ലാം ഫാരഡെയുടെ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന അടിസ്ഥാന ശാസ്ത്ര നിയമത്തിന്റെ പ്രയോഗമാണ്. ഫ്രിഡ്ജ് തണുപ്പുണ്ടാക്കുന്നുവെങ്ങനെ? ഒരു സാധാരണ ചിന്ത എങ്ങനെയാണ്, ഫ്രിഡ്ജ് തണുപ്പുണ്ടാക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഫ്രിഡ്ജ് തണുപ്പുണ്ടാക്കുന്നില്ല. അതിന് പകരം അത് ചൂട് പുറത്തേക്ക് നീക്കം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കാൻ നമ്മൾ റെഫ്രിജറേഷൻ സൈക്കിൾ മനസ്സിലാക്കണം. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ 4 പ്രധാന ഘടകങ്ങളുണ്ട്: കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, അതുപോലെ ഇവാപ്പറേറ്റർ. ആദ്യം റെഫ്രിജറന്റ് എന്ന് പറയുന്ന പ്രത്യേക ദ്രവ്യം കംപ്രസറിൽ കടക്കുന്നു. കംപ്രസർ അതിനെ ഹൈ പ്രഷർ ഗ്യാസാക്കി മാറ്റുന്നു. ഹൈ പ്രഷർ ആകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അത് കണ്ടൻസറിലേക്ക് പോകുമ്പോൾ അവിടെ അത് ചൂട് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ അത് വീണ്ടും ലിക്വിഡായി മാറുന്നു. അടുത്തതായി എക്സ്പാൻഷൻ വാൽവിലെത്തിയപ്പോൾ പ്രഷർ പെട്ടെന്ന് കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ ടെമ്പറേച്ചറും കുറയുന്നു. ഇപ്പോൾ ഇത് ഇവാപ്പറേറ്ററിലേക്ക് എത്തുന്നു. ഇവാപ്പറേറ്റർ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ്. ഇവിടെ റെഫ്രിജറന്റ് ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള ചൂട് വാള് ചെയ്തെക്കുന്നു. അതായത് ഭക്ഷണത്തിന്റെ ചൂട് റെഫ്രിജറന്റ് ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം തണുപ്പിക്കുന്നത്. ഇതൊരു തുടർച്ചയായ സൈക്കിളാണ്. ചുരുക്കി പറഞ്ഞാൽ ഹീറ്റ് ഇൻസൈഡ് അബ്സോർബ് ചെയ്യുന്നത്, ഹീറ്റ് ഔട്ട്സൈഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇതാണ് തെർമോഡൈനാമിക്സിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇതിൽ ഇൻസുലേഷൻ മെറ്റീരിയൽസ് വലിയ പങ്ക് വഹിക്കുന്നു. ഫ്രിഡ്ജിന്റെ ഇൻസുലേഷൻ ഹീറ്റ് പുറത്തുനിന്ന് അകത്ത് കടക്കാതിരിക്കാൻ സഹായിക്കുന്നു. അതിനാൽ എനർജി എഫിഷ്യൻസി കൂടുന്നു. ഇനി നമുക്ക് വാഹനത്തിലേക്ക് വരാം. പവർ സ്റ്റിയറിംഗ്. എങ്ങനെ സ്റ്റിയറിംഗ് എളുപ്പമാകുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാനുവൽ സ്റ്റിയറിംഗിൽ ഡ്രൈവറിന് വീൽ തിരിക്കാൻ കൂടുതൽ ശക്തി ആവശ്യമാണ്, പ്രത്യേകിച്ച് വാഹനം നിർത്തിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞ വേഗത്തിൽ. ഇവിടെയാണ് പവർ സ്റ്റിയറിംഗ് സഹായിക്കുന്നത്. പവർ സ്റ്റിയറിംഗ് 2 പ്രധാന തരങ്ങളുണ്ട്: ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്, ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് EPS. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ എഞ്ചിനിന്റെ പവർ ഉപയോഗിച്ച് ഒരു പമ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഹൈ പ്രഷറിൽ അയക്കുന്നു. സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ ആ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് സ്റ്റിയറിംഗ് റാക്കിന്റെ ഒരു ഭാഗത്ത് പ്രഷർ നൽകുന്നു. അത് ഡ്രൈവറിന് അധിക സഹായം നൽകുന്നു. അതായത് ഡ്രൈവർ കൊടുക്കുന്ന ഫോഴ്സിന് കൂടെ ഹൈഡ്രോളിക് ഫോഴ്സ് കൂടി ചേർക്കുന്നു. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് EPS ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് EPS ആണ്. ഇതിൽ ഇലക്ട്രിക് മോട്ടോർ സ്റ്റിയറിംഗ് കോളമിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സെൻസേഴ്സ് ഡ്രൈവർ എത്ര ഫോഴ്സ് കൊടുക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് മോട്ടോർ ടോർക്ക് അസിസ്റ്റ് നൽകുന്നു. ഇത് കൂടുതൽ പ്രിസൈസ് കൺട്രോൾ നൽകുന്നു. ഫ്യൂവൽ എഫിഷ്യൻസിക്കും സഹായിക്കുന്നു, കാരണം എഞ്ചിൻ പവർ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പാത്രത്തിൽ തന്നെ ചൂട് സൃഷ്ടിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ, റെഫ്രിജറേഷൻ സൈക്കിൾ വഴി ചൂട് നീക്കം ചെയ്യുന്ന ഫ്രിഡ്ജ്, ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഇലക്ട്രിക് അസിസ്റ്റ് വഴി സ്റ്റിയറിംഗ് ലളിതമാക്കുന്ന പവർ സ്റ്റിയറിംഗ് എന്നിവയെക്കുറിച്ചാണ്. ഈ 3 ഉപകരണങ്ങളും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നവയാണ്. പക്ഷേ അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശക്തമായ ഫിസിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നിവയാണ്. ശാസ്ത്രം പുസ്തകങ്ങളിൽ മാത്രമല്ല, അത് നമ്മുടെ അടുക്കളയിലും വീട്ടിലും വാഹനങ്ങളിലും നിത്യവും ഉപയോഗിക്കപ്പെടുന്നുണ്ട്.
ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതൂ. ഞങ്ങൾ മറുപടി നൽകും. ഇത്തരത്തിലുള്ള ലളിതമായി വിശദീകരിച്ച വിദ്യാഭ്യാസ ശാസ്ത്ര വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.